നമ്മളിൽ പലരും റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതാണ് സ്കിൻ കെയർ പ്രോഡക്ട്സ്. അതിപ്പോൾ മോയ്സ്ചറൈസർ ആയിട്ടും സൺസ്ക്രീൻ ആയിട്ടും ബോഡി ലോഷൻ ആയിട്ടും പല രീതിയിൽ അല്ലെങ്കിൽ മേക്കപ്പ് പ്രോഡക്ട്സ് പല രീതിയിലുണ്ട്. ഇതൊക്കെ തന്നെ യൂസ് ചെയ്യുന്നവരാണ് മിക്കവരും. പക്ഷേ റെഗുലറായിട്ട് ഇത്തരം കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോൾ കാലക്രമേണ നമ്മുടെ സ്കിന്നിനുണ്ടാവുന്ന പല അസുഖങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് ഉണ്ടാകുന്ന പല അസുഖങ്ങൾക്ക് ഇത് കാരണമാവും. കാരണം ഇതിലെല്ലാം തന്നെ ടോക്സിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ അറിയാതെ പോകരുത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സ്കിൻ കെയർ പ്രോഡക്ട്സിൽ അടങ്ങിയിരിക്കുന്ന ടോക്സിക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. അതിൽ ഒന്നാണ് ഓക്സിബെൻസോൺ എന്ന് പറയുന്നത്. ഓക്സിബെൻസോൺ നമ്മുടെ ഹോർമോണായ ഈസ്ട്രജനെ മിമിക് ചെയ്യുകയും ഹോർമോണൽ ഇംബാലൻസിന് ഇത് കാരണമാവുകയും ചെയ്യും. എൻഡോക്രൈൻ സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യും. മാത്രമല്ല റെഗുലർ ആയിട്ടുള്ള യൂസ് കൊണ്ട് ഇത് സ്കിൻ ക്യാൻസർ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഈ ഓക്സിബെൻസോൺ സൺസ്ക്രീനിലെല്ലാം തന്നെ അടങ്ങിയിരിക്കുന്ന ഒന്നാണ് ഓക്സിബെൻസോൺ. അതുപോലെ തന്നെ മേക്കപ്പ് പ്രോഡക്ട്സ് SPF അടങ്ങിയ മേക്കപ്പ് പ്രോഡക്ട്സിലും ഓക്സിബെൻസോൺ കാണപ്പെടാറുണ്ട്. രണ്ടാമതാണ് ട്രൈക്ലോസാൻ എന്ന് പറയുന്നത്. ഇതൊരു കെമിക്കൽ കോമ്പൗണ്ട് ആണ്. ഇത് നമ്മുടെ ഹോർമോൺ ഇംബാലൻസിന് കാരണമാവുകയും തൈറോയിഡ് ഫംഗ്ഷനെ അഫക്റ്റ് ചെയ്യുകയും തൈറോയിഡ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇത് എൻഡോക്രൈൻ സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യും. മറ്റൊന്നാണ് സിന്തറ്റിക് ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത്. ഇത് താലേറ്റ്സും മറ്റ് കെമിക്കൽസും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതും ഹോർമോണൽ ഇംബാലൻസിന് കാരണമാകുകയും എൻഡോക്രൈൻ സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യും. ഇത് കോസ്മെറ്റിക് പ്രോഡക്ട്സിലെല്ലാം കാണപ്പെടുന്ന ഒന്നാണിത്. മാത്രമല്ല പെർഫ്യൂംസിലും എയർ ഫ്രഷ്നേഴ്സിലും ഒക്കെ ഇത് കാണപ്പെടാറുണ്ട്. മറ്റൊന്നാണ് സോഡിയം ലോറിയൽ സൾഫേറ്റ് എന്ന് പറയുന്നത്. SLS എന്നും പറയും. ഇതൊരു ഫോമിംഗ് ഏജന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഫേസ് വാഷിൽ ചില സോപ്പുകളിലും ഒക്കെ ഈ ഒരു കണ്ടന്റ് ഉണ്ട്, SLS ഉണ്ട്. ഇത് കാലക്രമേണ സ്കിന്നിന് ഡ്രൈനെസ്സും ഇറിറ്റേഷനും ഉണ്ടാവും. കണ്ണിനും ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ് SLS. ഇത് ഒട്ടുമിക്ക ഫേസ് വാഷിലും ക്രീമിലും ഉണ്ട്. അതുപോലെ തന്നെ ഡിറ്റർജൻസിൽ ടൂത്ത് പേസ്റ്റിലും എല്ലാം കാണപ്പെടുന്ന ഒന്നാണ്. പക്ഷെ നമ്മൾ ഈ ടൂത്ത് പേസ്റ്റ് ഒക്കെ പെട്ടെന്ന് കഴുകി കളയുന്നതുകൊണ്ട് നമ്മുടെ സ്കിന്നുമായിട്ട് അധികം കോൺടാക്ട് വരുന്നില്ല. പക്ഷെ മേക്കപ്പ് പ്രോഡക്ട്സിലോ അല്ലെങ്കിൽ ഫേസ് ക്രീമിലോ ഒക്കെ മോയ്സ്ചറൈസറിൽ ഒക്കെ ഇത് ഉള്ളപ്പോൾ SLS ഉള്ളപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നുമായിട്ട് നല്ല രീതിയിൽ കോൺടാക്ട് വരികയും കാലക്രമേണ അത് സ്കിൻ ഇറിറ്റേഷനും സ്കിൻ അലർജിക്കും ഒക്കെ കാരണമാവുകയും ചെയ്യും. മറ്റൊന്നാണ് ഡൈമെത്തിക്കോൺ എന്ന് പറയുന്നത്. ഇതൊരു സിലിക്കോൺ ബേസ്ഡ് പോളിമർ ആണ്. ഇത്തരം ഡൈമെത്തിക്കോൺ അടങ്ങിയ പ്രോഡക്ട്സ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ സ്കിന്നിനൊരു ഫിനിഷിംഗ് ലുക്ക് തരും. നല്ല ഒരു സ്മൂത്ത് ആയിട്ട് ഫീൽ ചെയ്യും. ഇത് ഷാമ്പൂയിലും അതുപോലെ തന്നെ സ്കിൻ കെയർ പ്രോഡക്ട്സിലും അടങ്ങിയിട്ടുണ്ട്. ഷാമ്പൂയിലൊക്കെ അടങ്ങുമ്പോൾ മുടിക്കൊരു സിൽക്കി അപ്പിയറൻസ് തരും. പക്ഷേ ഇത് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നത് സ്കിന്നിന് അത്ര നല്ലതല്ല. സ്കിന്നിന്റെ പോഴ്സ് അല്ലെങ്കിൽ സുഷിരങ്ങൾ അടഞ്ഞു പോകുന്നതിന് ഇത് കാരണമാവുകയും സ്കിന്നിന്റെ ആ ഒരു ബ്രീത്തിങ് ഇത് തടസ്സപ്പെടുത്തുകയും ചെയ്യും. കാലക്രമേണ മറ്റ് പല സ്കിൻ ഇറിറ്റേഷനും സ്കിൻ കംപ്ലയിൻസിനും ഒക്കെ ഇത് കാരണമാവും. ഡൈമെത്തിക്കോൺ അടങ്ങിയ പ്രോഡക്ട്സ് യൂസ് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വാഷ് ചെയ്ത് കളയാനും ശ്രദ്ധിക്കണം. സ്കിൻ കെയർ പ്രോഡക്ട്സ് വാങ്ങുമ്പോൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിച്ച് ഇൻഗ്രീഡിയൻസ് നോക്കി വാങ്ങുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ കാലക്രമേണ പല തരത്തിലുള്ള സ്കിൻ ഇറിറ്റേഷൻ, ഹോർമോണൽ ഇംബാലൻസ് അല്ലെങ്കിൽ എൻഡോക്രൈൻ സിസ്റ്റത്തിനെ തന്നെ അഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള അസുഖങ്ങൾ, സ്കിൻ ക്യാൻസർ പോലുള്ള അവസ്ഥകൾ, കിഡ്നി ഫെയിലിയർ, ഇങ്ങനെയുള്ള പല അസുഖങ്ങൾക്ക് ഇത് കാരണമാവാം.